ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൺഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു റാഗി ദോശയുടെ റെസിപ്പിയാണ്. നമ്മുടെ മുത്താറിയില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അതുമാത്രമല്ല വെയിറ്റ് ലോസിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വെയിറ്റൊക്കെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കറിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ദോശയും അതുപോലെ തന്നെ കറിയും. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതാ നമ്മുടെ റാഗി ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് റാഗിയിലെ നമ്മുടെ മുത്താറി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ മുത്താറി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ അതാണ് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലപോലെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ അങ്ങനെ നമ്മുടെ മുത്താറിയും ഉഴുന്നും നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ അവലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം വൈറ്റ് അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതില്ല എങ്കിൽ സാധാരണ അവൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് ഒരു 1.5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ വരെയൊക്കെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു 1.5 മണിക്കൂർ മാത്രമേ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. ഇനി അതൊന്ന് കുതിർന്നു വരുന്ന സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കറി അല്ലെങ്കിൽ ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 4-5 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരണം കേട്ടോ. അതുവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഒരു 10ഓളം ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ വലിയ ഉള്ളി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അതാവുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് അതിൻ്റെ കളർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്കൊരു 7ഓളം വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കറിക്ക് നമ്മൾ എക്സ്ട്രാ പച്ചമുളകോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു എരിവ് മാത്രമേ മുന്നിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള എരിവാണ്. എന്താ പറയുക, കൂടുതലുമല്ല കുറവുമല്ല കേട്ടോ. അപ്പോൾ അത് ആ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഇതെല്ലാം തന്നെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പിലും കുറവായിട്ട് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് വലിയ പണികളൊന്നുമില്ല, ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയുടെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു ഉള്ളിയുടെ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി വരണം. അപ്പോൾ അതാ കണ്ടില്ലേ, ഉള്ളിയുടെ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൗഡർ ഇല്ല എങ്കിൽ നമ്മൾ കടുക് ചേർത്ത് കൊടുത്ത സമയത്ത് ഉലുവ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി അതെല്ലാം ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുള്ളത് കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് അതൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ കഴിക്കാനാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വല്ലാണ്ട് അങ്ങ് കുറുക്കിയെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കറി അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്കിത് ഈ ഒരു ദോശയുടെ കൂടെ മാത്രമല്ല, എന്താ പറയുക, ഉഴുന്നിൻ്റെ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ദോശ എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ നേരത്തെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുള്ള മുത്താറിയും ഉഴുന്നില്ല, അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഞാൻ ഫുള്ളായിട്ടൊന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഒരുമിച്ച് അരച്ചെടുക്കുന്നില്ല, നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പകുതി നമ്മുടെ ദോശയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ദോശയുടെ മിക്സും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ അരച്ചെടുത്തിട്ട് ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ. അധികം തിക്നെസ്സും അല്ല, എന്നാൽ അധികം ലൂസും അല്ല. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കൺസിസ്റ്റൻസി ഇല്ലേ, അതാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രിയാണ് ഇതുപോലെ അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടെ നല്ല, എന്താ പറയുക, ദോശ നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള മുത്താറിയും പച്ചരിയും വെച്ചിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അത് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പോട്ടിന് തന്നെ അരച്ചിട്ട് ചുടാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ്. ഇൻഷാ അല്ലാ അത് ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള ബാറ്റർ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അതാവുമ്പോൾ ഇങ്ങനെ പൊങ്ങി കിട്ടില്ല. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനൊക്കെ ഉണ്ടാവില്ല, അതിലും ചുട്ടെടുക്കാം കേട്ടോ. പക്ഷേ ഇതാവുമ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ പോലെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നന്നായിട്ട് വലിയ സൈസിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതാ കല്ല് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ദോശ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ദോശ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മസാല ദോശയൊക്കെ പോലെ 2 ഭാഗവും ഇതുപോലെ വെന്ത് കിട്ടിക്കോളും. ഇനിയിപ്പം മുകൾ ഭാഗം നല്ല ക്രിസ്പിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ഗീയൊക്കെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അടുത്തത് ചുട്ടെടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിതുപോലെ ബാക്കിയുള്ള എല്ലാ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ, ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ് കേട്ടോ, ഇതിൻ്റെ കറിയാണെങ്കിലും ദോശയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, നമുക്ക് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും, അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ദോശ ഉപകാരപ്പെടും. അതുമാത്രമല്ല, ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വെയിറ്റൊക്കെ പെട്ടെന്ന് തന്നെ കുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ രാവിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.